ചേച്ചി, രവീന്ദ്രൻ ആ പൊട്ടിപ്പന്നെ വിവാഹം കഴിച്ചു. ഏത് രവീന്ദ്രൻ? മംഗലത്തെ വീട്ടിലെ. മംഗലത്ത് വിടോ? ചേച്ചിക്ക് ഒന്നും ഓർമ്മയില്ല. ഞാൻ ഇന്നലെ ഒരു തുടർക്കഥ പറഞ്ഞില്ലേ, രവീന്ദ്രൻ ആ പൊട്ടിപ്പന്റെ വീട്ടിൽ പോയത്. അവർ തമ്മിൽ വിവാഹമായി. തുടർക്കഥയാണോ? നിനക്ക് ഈ വിചാരമേ ഉള്ളൂടി. വീട് കിടക്കുന്ന കിടപ്പ്. വൈദ്യൻ എന്തിനടി ഗൗരവത്തിൽ പോയത്? ആ ഗോപി എവിടെടി? ആ ഞാൻ കണ്ടില്ല. നീ എന്ത് ചോദിച്ചാലും ആ പറയാനേ പഠിച്ചിട്ടുള്ളൂ. നാളെ മുതൽ ഈ വീക്കിലി കൊണ്ടുവരണമെന്ന് പറഞ്ഞേക്കാം. ആ കുട്ടിക്ക് എങ്ങനെയുണ്ട് സാർ? വീട്ടുകാര്യങ്ങളെല്ലാം വീട്ടിൽ വന്നു. ഇപ്പോൾ ഓഫീസ് കാര്യം മാത്രം ചോദിച്ചാൽ മതി. നാം തന്നെ സർവം ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥാന്തരത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. സ്ത്രീകളുടെ ഫേഷൻ നോക്കി അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയാൻ വയ്യ. സ്ത്രീകളോട് മമതയുള്ള ഓഫീസർ വന്നാൽ ഞാൻ ഇത് ചെയ്യും. ഓരോ കാലത്ത് നടക്കേണ്ടത് നടക്കണം സ്വാമി. നടന്ന് നാം തന്നെ ടൈപ്പ് ചെയ്യണം, നാം തന്നെ ഡെസ്പാച്ച് ചെയ്യണം, നാം തന്നെ പോസ്റ്റ് ഓഫീസിൽ വേണ്ടി പോകേണ്ടി വരുമോ സംശയത്തിൽ ഇരിക്കുകയാണ്. തലയിലേക്ക് താഴെ വിരിച്ചാൽ എങ്ങനെ മാറും തേക്ക് സീറ്റ് അറിയുന്നത് എന്നെല്ലാം ഉള്ള വിശേഷങ്ങൾ. എന്താ എന്താ സ്വാമി? എന്താ അത് കാണുന്നില്ലല്ലോ. ഏതാ സ്വാമി? സ്വാമി എന്താ എത്ര കാര്യമായിട്ട് തരണത്? നമ്മുടെ ഡോക്ടറിന്റെ ഞാനിവിടെ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഡോക്ടറിന് ഒരു മാരേജ് പ്രപ്പോസൽ വന്നിരിക്കുന്നു. ദി ബ്രൈഡ് ഗ്രൂം ഈസ് എംപ്ലോയ്ഡ് അറ്റ് ബിലായ് സ്റ്റീപ്പൻ. അങ്ങനെയാണ് പ്രവൃത്തി. താമസിയാതെ ഈ മേ ഗോ എബ്രോഡ്, വെടിയൂരിലേക്ക് പോയേക്കും. അവരുടെ ആ സ്കോപ്പ് നാം കൊണ്ടുവന്നു. ഒന്ന് ടാൻ ചെയ്ത് നോക്കാനായിട്ട് കാണുന്നില്ല. സ്വാമിക്ക് എന്നും ഓഫീസിൽ വരുമ്പോ ഒരു വീട്ടുകാര്യം കാണുമല്ലോ. സ്വാമി, എനിക്ക് ടൈമായി, ഇതൊന്നും ഒപ്പിട്ട് തരണേ. ഇതാണ് പറയുന്നത്, മാരേജസ് ആർ മെയ്ഡ് ഇൻ ഹെവൻ. അച്ഛൻ ഇച്ഛിച്ചതും വൈദ്യൻ പ്രിസ്ക്രൈബ് ചെയ്തതും പ്യൂർ മിൽക്ക് തന്നെ. ഇരിക്കുന്നു ഗ്രഹണിതല്ല. സർ, എന്താ മിസ് വിമല വന്നത്? ബിന്ദുവിന്റെ സൂക്കേട് എങ്ങനെ ഇരിക്കുന്നു സർ? കുറവുണ്ട്. ഞാൻ ബിന്ദുവിനെ ഒന്ന് കാണാൻ വന്നതാണ് സർ. ഓഹോ, അവിടെ ആ മുറിയിൽ കിടപ്പുണ്ട്. അങ്ങോട്ട് പോകാം. യെസ് സർ. ബിന്ദു, ബിന്ദു മോളെ കാണാനാവണ്ടി വന്നത്. ബിന്ദു, എന്താ കാരണം? ബിന്ദുമോൾ ആന്റിയോട് പിണക്കമാണോ? ബിന്ദുമോൾ പിണങ്ങിയാൽ ആന്റി കരയും. മോൾക്ക് ആന്റിയോട് സ്നേഹമില്ല അല്ലേ? ഇത്രയും ദിവസം ബിന്ദു സുഖക്കേടായി കറന്നിട്ട് ആന്റി വന്നു. ആന്റി ഇന്നാ അറിഞ്ഞത് ബിന്ദുമോൾക്ക് സൂക്കേടാണെന്ന്. സത്യം സത്യം. പിണക്കുന്നില്ല. ബിന്ദുമോൾ നല്ല കുട്ടിയല്ലേ? സുഖക്കേട് മാറുന്നത് വരെ ദേഹം ഇളക്കാതെ കിടക്കണം മോളെ. ആന്റി ബിന്ദുവിന് എന്താ കൊണ്ടുവന്നിട്ടുള്ളത്? ബിന്ദുമോൾക്ക് എന്താ വേണ്ടത്? ബിന്ദുവിന് ഒരു പാട്ട്. ആരുടെ പാട്ട്? അമ്പിളി അമ്മാമ്മന്റെ പാട്ട്. ശരി, ആന്റി പാടാം. അച്ഛാ, എനിക്കൊരു പുതിയ ട്യൂഷൻ കൂടി കിട്ടിയിട്ടുണ്ട്. ഓഫീസ് വിട്ട് നേരെ ഞാൻ ട്യൂഷന് പോകും. അതുകൂടെ കഴിഞ്ഞ് സന്ധ്യയ്ക്ക് ഞാൻ എത്തുകയുള്ളൂ. ഈ ഭാരം മുഴുവനും നീ തന്നെ ചുമക്കണത് കാണുമ്പോ അച്ഛന് വേദനയുണ്ട് മോളെ. മോള് അച്ഛനോട് ക്ഷമിക്കും. ഇതൊരു ഭാരമായി ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല അച്ഛാ. പിന്നെ മോളെ, രാജൻ ഇന്നല്ലയോ വരുമെന്ന് പറഞ്ഞത്? നമ്മൾ എന്തോ പറയാം. എന്താ മോളെ? ഒരിക്കൽ പറഞ്ഞില്ലേ അച്ഛാ, എല്ലാം അറിഞ്ഞുകൊണ്ട് ശല്യം ചെയ്യുന്ന എന്തിനാ? പറയാൻ എളുപ്പമാണ്, പക്ഷെ മുഖത്ത് വന്ന് മഹാലക്ഷ്മി തൂത്ത് കളയാറുണ്ടോ മോളെ? അച്ഛനെയും ഗോപിയെയും മാലതിയെയും ഞാൻ ആരെ ഏൽപ്പിക്കണം? ഞങ്ങൾ എങ്ങനെയും കഴിയും മോളെ. അച്ഛാ, നിങ്ങൾ എങ്ങനെയും കഴിയാനല്ല ഞാൻ അധ്വാനിക്കുന്നത്. ഇനി അച്ഛൻ ഒരിക്കലും ഇങ്ങനെ പറയരുത്. എനിക്കത് സങ്കടമാണ്. അതെനിക്കറിയാം മോളെ. എന്നാലും ഒരച്ഛന്റെ ആഗ്രഹം
മകള് ഒരു നല്ല വരന്റെ കൂടെ ചേർന്ന് കാണാനാണ്. ഗോപിയും മാലതിയും ഒരു നിലയിലെത്തിയാലേ ഞാൻ വിവാഹത്തെപ്പറ്റി ചിന്തിക്കൂ. അത് തീർച്ച. അതൊക്കെ അവനേറ്റൊന്ന് പറഞ്ഞില്ലേ മോളെ? പറഞ്ഞത് കൊണ്ട് കാര്യമായോ അച്ഛാ? തനിയെ സമ്പാദിക്കാൻ ചേട്ടൻ ഇനിയും തുടങ്ങിയിട്ടില്ല. റിസർച്ച് പാസ്സായി എന്തെങ്കിലും ഒരു ഉദ്യോഗം ചേട്ടന് കിട്ടുന്നത് വരെ വിവാഹത്തെപ്പറ്റി ചിന്തിക്കുന്നതേ തെറ്റാണ്. അതെല്ലാം ശരിയല്ല മോളെ. 20 താണ്ടിയ പെണ്ണും ഇഴപൊട്ടിയ മുണ്ടും ഒന്നുപോലെ എന്നാണ് പറച്ചില്. നടക്കാനുള്ള പ്രായത്തിൽ നടക്കണം, അല്ലെങ്കിൽ അതങ്ങ് നീണ്ടുപോകും. വേണ്ടച്ച, അങ്ങനെ സുഖിക്കേണ്ടവളല്ല ഞാൻ. എങ്കിൽ അമ്മ ഇത്ര വേഗം മരിക്കണ്ടായിരുന്നല്ലോ. അച്ഛൻ രാജേട്ടനോട് പറയണം കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്കാൻ. അതൊന്നും യോഗ്യതല്ല മോളെ. ഇനിയും സമയമാകുന്നച്ച, ഞാൻ പോട്ടെ. ഭഗവാനെ, എന്താ കുട്ടി ഞാൻ പറഞ്ഞു തന്നിട്ട് ഒന്നും അതുപോലെ പഠിച്ചു വെക്കാത്തത്? എന്നെ ആണുങ്ങൾ പഠിപ്പിച്ചാൽ മതി. ഞാൻ പഠിപ്പിച്ചിട്ട് മനസ്സിലാകുന്നില്ലേ? മനസ്സിലാകാത്തത് കൊണ്ടല്ല, പിന്നെ ഇഷ്ടമില്ല. എന്താ കാരണം? പെണ്ണുങ്ങൾ അരി വെച്ചാൽ പോരെ. ആര് പറഞ്ഞു കുട്ടിയുടെ ഇക്കാര്യം? ആരും പറഞ്ഞില്ല. പെണ്ണുങ്ങൾ അടിക്കില്ല, പിന്നെ എങ്ങനെ പഠിക്കും? ഓഹോ, അതാണോ കാര്യം? ശരി, നാളെ മുതൽ ടീച്ചർ അടി തരാം. ആ, നാളേക്ക് ഈ പാഠം മുഴുവൻ എഴുതണം കേട്ടോ. ടീച്ചർ, ദാ അമ്മാവൻ. ഗുഡ് ഈവനിങ് ടീച്ചർ. ഗുഡ് ഈവനിങ് സർ. അച്ഛനോട് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ മറുപടി കിട്ടിയില്ലല്ലോ. നല്ലൊരു സന്ദർഭം നോക്കി വേണ്ടേ പറയാൻ? ടീച്ചർക്ക് എന്ത് തോന്നുന്നു? അച്ഛനോട് പറഞ്ഞാൽ എതിരഭിപ്രായം കാണും. അതെനിക്കറിയില്ല. അച്ഛൻ എതിർത്തു വെക്കൂ, ടീച്ചർക്ക് എതിർപ്പുണ്ടാകും. ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അല്ല, വിമല കുഞ്ഞല്ലയോ ഇത്? അതേ മുത്തശ്ശി. എന്താ മോളെ ഇവിടെ നിൽക്കണത്? സാറിനോട് സംസാരിച്ചോണ്ട് നിൽക്കുകയായിരുന്നു. ഓഹോ, ഇത് എഞ്ചിനീയർ യാമാനല്ലയോ? മോള് വരുന്നുണ്ടോ? എന്നാൽ മുത്തശ്ശി മുമ്പേ നടക്കണം. ഇതാരാ? നാണി മുത്തശ്ശി എന്ന് വിളിക്കും. ഞങ്ങളുടെ അയൽവക്കക്കാരിയാണ്. ഞാൻ പറഞ്ഞു പറയരുത് കേട്ടോ. പറഞ്ഞാലെന്ത്? കൊന്നിൽ കൊണ്ടോ ഞാൻ പറഞ്ഞു പോകും. കൊന്നത് പറയുന്നത് കൊണ്ടല്ലോ എല്ലാവരും എന്നെ മോശിന്ന് പറയുന്നത്. അവിടെ വന്ന എങ്ങനെ വരാന്? അയാള് വിടില്ല. ഓ എന്റെ ഗുരുവായൂരപ്പ, അവളുടെ ഒരു ചിരിയോ കളിയും ഒന്നും പറയണ്ട കുഞ്ഞെ. ഒരു ചേലുണ്ട്. അവരെന്താ പറയുന്നതെന്ന് മുത്തശ്ശി കേട്ടില്ലേ? എന്തോ രജിസ്റ്റർ വിവാഹമെന്നോ എതിർക്കുന്നവർ എതിർക്കട്ടെ എന്നൊക്കെ പറയുന്നത് കേട്ടു. മുത്തശ്ശി പോണം. ഞാൻ പോട്ടെ മോളെ. അച്ഛാ, കഷായം കുടിച്ചു അച്ഛാ? കഷായത്തിന് മരുന്ന് ഇല്ലെന്ന് പറയണ കേട്ടു. മരുന്നില്ലേ? മാലതി, മാലതി, എന്താ മിസ്സേ? അച്ഛന് കഷായത്തിന് മരുന്നില്ലേ? ഇല്ല. നീ ഇത് രാവിലെ പറയാത്തെന്താ? എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് മരുന്ന് വാങ്ങുന്നത്. എന്താ മോളെ ചേച്ചിയോട് ഇങ്ങനെ സ്നേഹമില്ലാതെ പെരുമാറണം? ഞാൻ 3 ദിവസത്തേക്ക് കണക്കാക്കിയാണ് മരുന്ന് വാങ്ങിയത്. അത് പിന്നെ എങ്ങനെ തീർന്നു? ഞാൻ കഷായം ഇട്ട് കുടിച്ചു. മോളെ, ഇന്നലെ രാത്രി ചേച്ചിയെ കുറിച്ച് നീ എന്തോ അറിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. ഞാനത് ചോദിക്കാൻ വിട്ടുപോയി. എന്താ നീ അറിഞ്ഞത്? ഒന്നുമില്ല സാർ. പറ മോളെ, ചേച്ചി എന്തോ ചെയ്തു? അച്ഛൻ മരുന്ന് കുടിക്കും. അതെ, അച്ഛനായിട്ട് വേദനിപ്പിക്കാത്ത കാര്യം എന്താണെന്ന് പറയൂ മോളെ. വലുതായിട്ടൊന്നുമില്ല സാർ. ആഫീസിൽ നിന്ന് വന്നിട്ടുള്ള ആ ട്യൂഷൻ പണി വേണ്ടാന്ന് മാത്രം അച്ഛൻ ചേച്ചിയോട് പറഞ്ഞാൽ മതി. കാരണം ചേച്ചിക്ക് ചെയ്ത നമ്മെ പറ്റി അത്ര വലിയ ചിന്തയൊന്നും ഇല്ലാതായിട്ടുണ്ട്. അതുകൊണ്ട് ആ ട്യൂഷൻ വേണ്ട. ഓ, നീ കാര്യം എന്താണെന്ന് തുറന്നു പറയടി. ആ വീട്ടിലെ കുട്ടിയുടെ അമ്മവൻ ഒരു എഞ്ചിനീയറാണ്. അയാളും ചേച്ചിയുമായി എന്നും റോഡിലിറങ്ങിയെന്ന ഒരു വർത്തമാനം പറച്ചിലുണ്ട്. അല്ലെങ്കിലും ചേച്ചി ഈടെയായി ഇച്ചിരി ഒരുങ്ങാനും ചമയാനും തുടങ്ങിയിട്ടുണ്ട്. മോളെ, നിന്നോട് ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. ഇത് നേരാണോടി മോളെ? പിന്നെ ഞാനെന്തിനെ എന്റെ ചേച്ചിയെ കുറിച്ച് കാലം പറയുന്നു? ഇതാ ഇന്നും കൂടെ കണ്ടവരുണ്ട്. ഇത് കേട്ട നിമിഷം മുതൽ എനിക്ക് ചേച്ചി വെറുത്തു. ഓ, നീ അവളെ അങ്ങനെ വെറുക്കാനൊന്നും പോകണ്ട. അവൾ എന്റെ മകളാണ്. അഭിമാനം വിറ്റ ജീവിതത്തിന് അവള് തുണിയില്ല. ഏതായാലും
അവള് വരട്ടെ, ഞാൻ വേണ്ടച്ചാ, ട്യൂഷന് പോകണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ചേച്ചിക്ക് മനസ്സിലാകും. അവൾ അങ്ങനെ റോഡിൽ വെച്ച് സംസാരിക്കുന്ന പ്രകൃതക്കാരി അല്ലല്ലോ. അല്ല, അപ്പുറത്തെ നാലുമുത്തശ്ശിയെ വിളിച്ച് ചോദിക്കണം. അവർ അമ്പലത്തിൽ നിന്ന് വരുമ്പോ കണ്ട കാഴ്ച എല്ലാം പറയും. മോളെ, ഇത് നാലുമുത്തശ്ശിയോട് ഇങ്ങോട്ടൊന്ന് പറയാൻ പറ. വിളിക്കാച്ചാ. നേരാണോ നിങ്ങൾ ഈ പറയുന്നതൊക്കെ? എങ്കിലും ഒരു കാര്യമുണ്ടല്ലോ വേണം. അത് കുറ്റമായിട്ട് പറഞ്ഞുകൂടാ. പ്രായം 10-25 ആയില്ലയോ. പോരെങ്കില് ഉദ്യോഗസ്ഥ, സ്വാതന്ത്ര്യമുള്ളവള്. അവള് റോഡിൽ നിന്ന് ഇത്തിരി വർത്തമാനം പറയുന്നത് തെറ്റായിട്ടൊന്നും കണക്കാക്കിക്കൂടാന്ന്. തെറ്റും ശരിയും നിശ്ചയിക്കേണ്ടത് ഞാനാണല്ലോ. ഞാൻ ഇതുവരെ തത്തുപോയിട്ടില്ലെന്നാണ് മുത്തശ്ശി. പക്ഷേ നമ്മുടെ പിള്ളേർക്ക് ഇത് വേണ്ടായിരുന്നു. ഇത് മലയാളന്മാരുടെ രാജ്യമല്ലല്ലോ, മലയാളിയുടെ രാജ്യമല്ലയോ. ചുമ്മാതാണോ ഈ പെൺപിള്ളേരെയൊക്കെ പണ്ടുള്ളവര് പള്ളിക്കൂടം കാണിക്കാതെ വളർത്തിയത്? ഇത് അറിയാനാ ഞാൻ വിളിച്ചത്. അയ്യോ, ഇനി വഴക്കൊന്നും ഉണ്ടാക്കരുത് കേട്ടോ മേനോനെ. അവൾ അത്ര കൈക്കുഞ്ഞല്ലല്ലോ. ഇന്നത്തെ രീതി അനുസരിച്ച് പഠിപ്പിച്ച് ഒരു ഉദ്യോഗം വാങ്ങിക്കൊടുത്താലും പിന്നെ ഭർത്താക്കന്മാരെ അവര് തന്നെ കൊണ്ടുവന്നോളൂ. മോളെ മോളെ ചായയുണ്ടോ കുടിക്കാൻ? പക്ഷെ രണ്ടും പറയണമല്ലോ. അവൾ ഒരുത്തിയുടെ വൈഭവം കൊണ്ടാണ് ഈ വീട് ഇങ്ങനെയൊക്കെ കഴിയുന്നത്. 4 ആൺമക്കളുള്ള എടുത്ത് ഊണ് നടക്കില്ല. ഇത്തരത്തിലാണെങ്കിൽ അവളുടെ ചോറ് തിന്നുന്നതിനും വേഗം ചാണകം ഭക്ഷിച്ചുകൂടെ മുത്തച്ഛി? ചെറുക്ക് വലിയ മേനോനെ, കല്യാണ പ്രായം വന്നാലേ കൈപ്പലകളൊക്കെ വന്നുപോകും. പണ്ട് നാരദരെ കൃഷ്ണസ്വാമിയോട് പറഞ്ഞതുപോലെ അഹം ബ്രഹ്മനല്ലയോ ഈ മനുഷ്യനെയൊക്കെ നശിപ്പിക്കുന്നത്. ഏതായാലും മുത്തശ്ശി പോകണം. മോളെ